നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ആവേശത്തിലാണ് ആരാധകർ, ഫുട്ബോൾ പ്രേമികൾ. കാരണം ഈ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലബ് ഫുട്ബോളിലേക്കൊന്ന് മടങ്ങിപ്പോയിരുന്നു. വീണ്ടും അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ആവേശം. അർജൻറ്റീനയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആവേശത്തിൻ്റെ പരകോടിയിലാണല്ലോ. എല്ലാം പിടിച്ചടക്കുന്നൊരു ടീമാണ് അവരുടെ ടീം. ഇപ്പോൾ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. പക്ഷേ അടുത്ത കളി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട്? ആംഗേൽ ഡി മരിയയെ യാത്ര അയക്കണം. ഡി മരിയ വിടവാങ്ങിക്കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ബ്യൂണസ് അയേഴ്സിലേക്ക് എത്തും. മോണമെൻ്റൽ സ്റ്റേഡിയത്തിലെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ആരാധകരോട് ബൈ ബൈ പറയും എന്നാണ് TYC സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിവരങ്ങൾ വഴിയെ പുറത്തേക്ക് വരും. എന്തായാലും ഈ സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾക്ക് ലിയോ മെസ്സി ഇല്ലെങ്കിലും ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് വീണ്ടും 4 കളികൾ അർജൻറ്റീന കളിക്കുന്നുണ്ട്. ആ കളികളിലേക്ക് ലിയോ മെസ്സി മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർജൻറ്റീനയുടെ സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾ സെപ്റ്റംബർ 6 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അവർ ചിലിയുമായിട്ട് കളിക്കുന്നു. സെപ്റ്റംബർ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്ക് അവർ കൊളംബിയയുമായിട്ട് കളിക്കുന്നു. പിന്നെ ഒക്ടോബറിൽ പുലർച്ചെ 4:30 ഒക്ടോബർ 11 പുലർച്ചെ 4:30 അർജൻറ്റീന വെനിസ്വേലയ്ക്കെതിരെ മത്സരം കളിക്കുകയാണ്. ഒക്ടോബർ 16 പുലർച്ചെ 5:30 അർജൻറ്റീന ബൊളീവിയയ്ക്കെതിരെയും കളിക്കുന്നു. നവംബർ 14 അർജൻറ്റീന പരാഗ്വയ് മത്സരമുണ്ട്. നവംബർ 19 അർജൻറ്റീന പെറു മത്സരമുണ്ട്. ഈ കളികളാണ് ഈ വർഷം ഇനി അർജൻറ്റീനയ്ക്ക് കളിക്കാനുള്ളത്. 2 കളികൾ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് അടുത്ത വേൾഡ് കപ്പിൻ്റെ യോഗ്യത ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ആരാധകരൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. മെസ്സിയുടെ മടങ്ങി വരവും അവർ കാത്തിരിക്കുകയാണ്. എന്തായാലും അർജൻറ്റീന ഈ വർഷത്തെ ബാക്കിയുള്ള മത്സരങ്ങളും മികച്ച രൂപത്തിൽ വിജയിച്ചുകൊണ്ട് ആധിപത്യം അതുപോലെ തന്നെ തുടരും എന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.